പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പാലക്കാട് ജില്ലയിൽ കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു എന്ന വിവരം വരുന്നു. നമുക്കൊന്ന് പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ പത്തനംതിട്ടയിൽ പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാണ്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ, രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്നിപ്പോൾ മഴ അല്പം ശമിച്ചിട്ടുണ്ടോ? പലയിടങ്ങളിലും വെള്ളമൊക്കെ കയറിയെന്നറിയുന്നു. എന്താണ് പത്തനംതിട്ടയിൽ മൊത്തത്തിലുള്ള അവസ്ഥ? ഗുഡ് മോർണിംഗ് അരുൺ. പത്തനംതിട്ട മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മുഴുവൻ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. പുലർച്ചെയായിട്ടും മഴ തോർന്നിരുന്നില്ല. ഇപ്പോൾ ഇത്രയും സമയമായി ഇപ്പോഴും ചാറ്റൽ മഴയുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏത് നിമിഷവും ശക്തമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, വടശ്ശേരിക്കരയിൽ പമ്പാ നദിയിൽ നിന്നും ജലം തിരിച്ച് ഇറങ്ങി ഇവിടെ തോട്ടിൽ ഈ ഭാഗത്ത് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വീടുകളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ക്രമാതീതമായിട്ടുള്ള നിലയിൽ വെള്ളം കയറിയത്. വടശ്ശേരിക്കര ഭാഗത്ത് കാണുന്ന വീടുകളിലൊക്കെ വെള്ളം കയറി. അവിടെ നിന്നും ആളുകളൊക്കെ ഇപ്പോൾ മറുഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് വടശ്ശേരിക്കര പമ്പ പ്രധാനപ്പെട്ട പാതയാണ്. ആ റോഡിൽ നിറയെ വെള്ളമാണ്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത് പോലെ റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് അറിയാത്ത അവസ്ഥയാണ്. അതുപോലെ റാന്നിയിൽ പമ്പാ നദിയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മാമുക്ക് ഒപ്പം റാന്നി ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡ് അവിടെ ആ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ചിറ്റാർ, തണ്ണിത്തോട്, സീതത്തോട് ഭാഗങ്ങളിലാണ്. തണ്ണിത്തോട് ഇന്നലെ രാത്രി മൂഴി ഭാഗത്ത് അവിടെ ഉരുൾപൊട്ടിയെന്നൊരു സൂചന വരുന്നുണ്ട്. വനമേഖലയിലായിരിക്കാം ഒരുപക്ഷെ ഉരുൾപൊട്ടിയത്. ജനവാസ മേഖലയിലേക്ക് കല്ലും മണ്ണും ഉൾപ്പെടെ വലിയ ജലപ്രവാഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തണ്ണിത്തോട് ഭാഗങ്ങളിലും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ കയറിയിട്ടുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കക്കാട്ടാറിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 1/2 കിലോമീറ്റർ മാറി ഇതിന്റെ മറുവശത്ത് പമ്പാ നദിയും കല്ലാറും തമ്മിൽ ചേരുന്ന ഇടമാണ്. അതായത് കല്ലാർ നദി ഒഴുകി പമ്പാ നദിയിലേക്ക് ചേരുന്ന ഇടമാണ്. അവിടെ പൂർണ്ണമായും വടശ്ശേരിക്കര പാലത്തിന് എതിർവശം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. അവിടെ വെള്ളം പൂർണ്ണമായും കയറിയ അവസ്ഥയിലാണ്. ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏത് സമയം മുതലാണ് വെള്ളം കയറി തുടങ്ങിയത്? ഒരു 2:30 മണി 3:30 ആകുമ്പോഴേക്കൊക്കെ വെള്ളം നല്ലപോലെ കയറി. 3 മണിയാകാനാകുമ്പോൾ നമ്മൾ കടന്റെ അവിടെ വന്നു. അപ്പൊ കൊച്ചുപാലം നിരപ്പായതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് വെള്ളം കയറി വരുന്നത്. ഇപ്പം വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക. 10 മിനിറ്റ് കൂടുമ്പോൾ വെള്ളം കൂടി വരുക. വീടുകളിലെ ആളുകളൊക്കെ അങ്ങോട്ട് മാറി. എല്ലാവരും നമ്മുടെ ഇവിടെ ഒരു ഹാളുണ്ട്, ബന്ധുക്കോസറ ഹാളുണ്ട്, അങ്ങോട്ട് എല്ലാവരും മാറ്റിയേക്കുവാണ്. അപ്രതീക്ഷിതമായിട്ടാണോ രാത്രി വീടുകളിൽ വെള്ളം കയറി? അതെ, അപ്രതീക്ഷിതമായിട്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് രാവിലെ വെളുപ്പിന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം കവറായി വെള്ളം. ഇവിടെ ഏകദേശം എത്ര വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്? നമുക്ക് ഇവിടെ അക്കരെ കരം 10-12 വീടുണ്ട്. അത് 12ഓളം വീടുകളിലും വെള്ളമാണ്. അരുൺ, ആളുകളെല്ലാം വളരെ ദുരിതത്തിൽ തന്നെയാണ്. കാരണം വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് പുലർച്ചെ ആകുമ്പോഴേക്കും മഴയുടെ ശക്തി കുറയും എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. റോഡിന്റെ അവസ്ഥ നോക്കൂ. റോഡ് ഏതാ പുഴ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം പത്തനംതിട്ടയിൽ വെള്ളം കയറി കിടക്കുന്നു. അവിടെയാണ് പ്രവീൺ ഇപ്പോൾ ഉള്ളത്. ഒരു അമ്മച്ചിയാണെങ്കിൽ ചേട്ടനാണെങ്കിൽ രാവിലെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ എങ്ങനെ പോകും എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളടക്കമുണ്ട്. അവിടെ മുകളിൽ നിന്നുള്ള ചെറിയ അരുവിയിലെ വെള്ളച്ചാട്ടം പ്രേക്ഷകർക്ക് കാണാം. ഇതൊക്കെ പുറത്തുനിന്ന് പോകുന്നവരെ സംബന്ധിച്ച് ടൂറിസം ഭയങ്കര കാഴ്ചയാണ്. പക്ഷേ അവർക്ക് ആശങ്കയാണ്. വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണ് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ചേട്ടൻ നിൽക്കുന്നത് ആ ചെറിയ വെള്ളച്ചാട്ടത്തിലാണ്. അതിന് തൊട്ട് മുന്നിൽ കാണുന്ന റോഡ് മുഴുവൻ വെള്ളമാണ്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ആ വീട് മാറുകയാണെന്ന് തോന്നുന്നു. അവർ തൽക്കാലം കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയാണ്. അത് നല്ല കാര്യം. ഇങ്ങനെ വെള്ളം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ആ റോഡ് നിറയെ ഇത് പ്രേക്ഷകർ കാണുന്നതൊരു പുഴയല്ല, ഇത് റോഡാണ്. ആ റോഡ് മൊത്തം വെള്ളം കയറി. അപ്പോൾ വീട്ടിലേക്ക് വെള്ളം കയറും എന്നുള്ള സ്ഥലത്ത് ആളുകൾ പതുക്കെ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറുകയാണ്. വേറൊരു ചേട്ടൻ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വരുന്ന ചെറിയ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ നിന്ന് കൂടുതൽ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. അത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ സൂക്ഷിച്ച അമ്മയെ ഒന്നും പിടിക്കാനൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. ഒന്ന് സൂക്ഷിച്ചങ്ങോട്ട് കൊണ്ടുപോകണം. പ്രായമേറിയ മനുഷ്യരുണ്ട്. എപ്പോൾ വേണമെങ്കിലും കാലൊക്കെ തെറ്റാ നോക്കൂ. വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. പ്രേക്ഷകർ കാണുന്നത് പത്തനംതിട്ടയിലെ റോഡിൻ്റെ ദൃശ്യമാണ്. ഇത് മൊത്തം ആ ഭാഗത്ത് വെള്ളം കയറി മൊത്തം നിറഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത്.